ഇതും മറ്റേ ചാലടിച്ചിട്ട് വെച്ച നട്ടല്ലേ കളക്ക് ചാലിനകത്തോടെ ഇട്ടു. പച്ചെടുക്കൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അന്നേരം ഡിസ്കിന് കിട്ടുമോ? പറ്റൂല, മണ്ണ് വേണല്ലേ? എന്താ അറിയോ, ഇത് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ, വിത്തുണ്ടാവില്ല. ഈ വിത്ത് ചെത്തി അല്ല, ഇത് ഇല ഇതാക്കി കളയണ്ടേ? ഒടിക്കോ ചെത്തി കളയോ? റൗണ്ടപ്പ് പിടിക്കാൻ പറ്റില്ല ഡേ. ചെറിയ ഷോക്ക് അടിച്ചില്ല. ഞാൻ അടിച്ചതുകൊണ്ട് ഇതിനകത്തൊന്നും ആയില്ല. പണിക്കാരനെ എവിടെയോ അടിച്ചിട്ട് ഈ കുറുനാമ്പ് വന്ന പോലെ അതങ്ങ് പോവും. പടവലം കഴിഞ്ഞോ? അകത്തെ അടിക്കണം. പടവലം ഏതാണ്ട് കഴിഞ്ഞോ? പടവലം ഇതിൽ നിന്നൊന്നും കിട്ടിയില്ലടാ. ഇത് കഴിഞ്ഞിട്ടാവുള്ളൂ. ആണോ? വരും പഴുപ്പ് വരും അല്ലേ? 6-7 രൂപയ്ക്ക് ഇത് പറിച്ചു കൊടുത്തിട്ട് 2000-3000 കൊടുത്തിട്ട് മരുന്ന് അടിക്കാൻ പറ്റും. ഒരു എയർഗോണൊക്കെ അടിച്ച് ചിലപ്പോൾ ഈ പഴുപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വിലയുണ്ട് തോന്നുന്നല്ലേ? ഇല്ല, വിലയില്ലേ. അല്ല, ഇതിന് ചേമ്പിന് വിലയുണ്ട്. 80 രൂപ ഉണ്ട് തന്നെ. 2-3 ക്വാളിറ്റിയാടാ. ആണോ? 3 സൈസായിട്ട് അങ്ങ് തിരിക്കും. എന്നിട്ടാ 100 ഗ്രാം എന്ന് പറയുന്നത് 150 ഗ്രാമിന് മുകളിലേക്കുള്ളത് അവർ ഫസ്റ്റിലെടുക്കുള്ളൂ. ഭയങ്കര തട്ടിപ്പ് ചെയ്യുന്നത്. അതല്ലേ? ചിപ്സിന് പോകുന്ന ചിപ്സിന് പോകുന്നുണ്ട്. ഹൈദരാബാദിലൊക്കെ ഈ സാധനം ഏറ്റവും കൂടുതൽ പോകുന്നത്. ശരി, ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിലുണ്ടോ. ഇല്ലില്ല, ഇത് നല്ലത് കേരളക്കാർ കാണുന്നില്ല. ശരി, ഫുൾ എക്സ്പോർട്ടാ. ശരി. ഇത് എത്ര ഏക്കറുണ്ട് മൊത്തം? 3 ഏക്കർ. ഞാൻ ചേമ്പിനെ ടില്ലറിന് മണ്ണ് കൂട്ടുന്നത് ആദ്യമായിട്ടുണ്ട്. ഇതെല്ലാം ആണുങ്ങളെ കൊണ്ട് കൂട്ടിക്കണമെങ്കിൽ ഇത് മരുന്ന് അടിച്ചിട്ട് പിടിച്ചിട്ട് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് പോകരുത്. അപ്പോൾ അതിൻ്റെ കവിളിലേക്ക് ശകലം വീണാൽ മതി, അവിടെ നിന്ന് അത് പോകും. ശരിക്കൊരു 5 കിലോ കിട്ടിയാലും മതിയില്ല എരിച്ചോട്ടിന്ന്. 5 കിലോ ഒന്നും പ്രതീക്ഷിക്കണ്ട. വെറുതെ പറയാന്ന് മാത്രമേ. 2 കിലോ അവരെ വരുമ്പോൾ 2-2.5 കിലോ കിട്ടും. 5 കിലോ കിട്ടിയ പൈസ അല്ല, അവർ 40 രൂപ കിട്ടിയ. അത് തന്നെ ആൾക്കാരെ